സംസ്ഥാന സമ്മേളനത്തിന്റെ ഇന്നത്തെ നടപടിക്രമങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മറുപടി പറയും. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖ നവകേരളത്തിനായുള്ള പുതുവഴികളിന്മേൽ ചർച്ച തുടരുകയും ചെയ്യും. വിവരങ്ങളുമായി ഷീജ സമ്മേളന നഗരിയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം സമ്മേളനത്തിന്റെ വിശേഷങ്ങൾ, വിവരങ്ങൾ. വനിതാ ദിനമാണ്. ആദ്യം തന്നെ വനിതാ ദിനത്തിൽ നമ്മളോടൊപ്പം മന്ത്രി ആർ ബിന്ദു കൂടി ചേരുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കൈരളിയുടെ വക വനിതാ ദിന ആശംസകൾ. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. എങ്ങനെയാണ് ഏതായാലും ഇന്നിപ്പോൾ സമ്മേളനം മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം നിരവധി വിഷയങ്ങൾ, സംഘടനാപരമായ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ നയരേഖയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒക്കെ സജീവമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സമ്മേളനത്തിൻ്റെ മൂന്നാം ദിനത്തിനെ കുറിച്ച് എന്താണ് പറയുക? സമ്മേളനം ഈ കാലഘട്ടം ഏൽപ്പിക്കുന്ന ചുമതലകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഒട്ടേറെ വെല്ലുവിളികൾ അതിസാധാരണക്കാരായ മനുഷ്യർ അഭിമുഖീകരിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സംവിധാനവും അതിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സംവിധാനവും വലിയ രീതിയിൽ സ്പർദ്ധയും വർഗീയതയുടെയും ജാതീയതയുടെയും അടിസ്ഥാനത്തിലുള്ള ഭിന്നിപ്പും പ്രചരിപ്പിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള ഫ്രാഗ്മെൻറ്റേഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അസഹിഷ്ണുതയും അപരവിദ്വേഷവും ഏറ്റവും വലിയ രീതിയിലാണ് ഇന്ന് ഇന്ത്യൻ സമൂഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങളും അതിസാധാരണക്കാരായ മനുഷ്യരെ തച്ചു തകർത്തുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഇന്ത്യയുടെ സാമൂഹ്യ ഘടന പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷ ആളുകളും വളരെ സാധാരണക്കാരായ ആളുകളാണ്. തൊഴിലാളികളും ദരിദ്ര കർഷകരും ചെറുകിട കർഷകരും ഒക്കെ ചേരുന്ന ആ സാമൂഹ്യ ചേരുവ യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ആകാശത്ത് നിൽക്കുന്ന തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിധേയരായി പോകുന്നു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ആക്രമിക്കപ്പെടുകയാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ദയനീയമായ ദുരന്താനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് ഈ മഹിളാ ദിനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വളരെയേറെ ചങ്ങലക്കെട്ടുകൾക്കകത്ത് ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളെ കുറെ കൂടി പുറകിലേക്ക്, പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അസമത്വജടിലമായ സാമൂഹ്യ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു കടന്നുവരവിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഈ സാർവദേശീയ മഹിളാ ദിനം എന്ന് പറയുന്നത് ലോകമെമ്പാടും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ത്യാഗോജ്വലമായ സമരങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് അവരവർക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ദിവസമാണ്. ഇന്നിപ്പോൾ വനിതാ ദിനത്തിൽ എങ്ങനെയാണ് പാർട്ടി, എനിക്ക് തോന്നുന്നു ബൃന്ദാക്കാരൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയൊക്കെ ചേരുന്നുണ്ട് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടത്? അതെ, സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മഹിളാ സഖാക്കളെല്ലാവരും 8 മണി 8:15 അവിടെ സമ്മേളന നഗരിയിൽ എത്തിച്ചേരണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സമ്മേളനം ആയതുകൊണ്ട് സാർവദേശീയ മഹിളാ ദിനവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആസൂത്രണം ചെയ്ത പരിപാടികളിൽ ഞങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ആ സാർവദേശീയ മഹിളാ ദിനത്തിൻ്റെ സന്ദേശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. മഹിളാ ദിനത്തിനപ്പുറത്തേക്ക് നമ്മുടെ സമ്മേളനത്തിലേക്ക് എത്തുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിരവധി പ്രമേയങ്ങൾ 6 പ്രമേയങ്ങൾ പാസ്സാക്കുകയുണ്ടായി. ഏറ്റവും നിർണായകമായ ഒന്നാണ് UGCയുടെ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രമേയമെന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായ നിലപാട് കേരളം എപ്പോഴും സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. അതിൽ ഇനി ഏത് രീതിയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്? UGCയുമായി ബന്ധപ്പെട്ട് UGCയുടെ അവതാരകാലത്ത്, അതായത് അതിൻ്റെ ഫോർമേഷൻ്റെ കാലത്ത് അത് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന നിലയിൽ യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രാൻറ്റുകൾ നൽകാനും അതുപോലെ വിശാലമായ നിലയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വേദിയാണ്. ഇപ്പോൾ അതിന് വിപരീത ദിശയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മേലും കേന്ദ്രത്തിൻ്റെ അമിതാധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഏജൻസിയായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യാണ്. അതായത് ഒരു റെക്കമെൻഡേറ്ററി നേച്ചറിലായിരുന്നു UGCയുടെ പ്രവർത്തനം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഭരണഘടനാപരമായി തന്നെ UGCക്ക് പോകാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് UGC ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫെഡറൽ തത്വങ്ങളുടെ
കൃത്യമായ ലംഘനമാണ് UGCയുടെ ഈ നിശിതമായിട്ടുള്ള നിഷ്കർഷകളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. UGC ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് പോലെ ഈ നിഷ്കർഷകൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരം തന്നെ എടുത്തു കളയുമെന്ന് പോലുമുള്ള പ്യൂണിറ്റീവ് മെഷേഴ്സ് അടിച്ചേൽപ്പിക്കാൻ UGC ആരംഭിച്ചിരിക്കുന്നു. തന്നെയല്ല, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്നുള്ള ആ ഗ്രാൻസ് എന്നുള്ള പദത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. അതായത് സാമ്പത്തിക സഹായം കൊടുക്കലൊന്നും UGCയുടെ പണിയല്ല, മറിച്ച് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു കേന്ദ്രീകൃത അമിതാധികാര കേന്ദ്രീകരണമാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയായിട്ട് പ്രവർത്തിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുക, അതാണ് ഇപ്പോൾ UGC ചെയ്യുന്നത്. സംസ്ഥാനം അതിൽ ഇതുവരെ സ്വീകരിച്ച നിലപാട് പോലെ തന്നെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുള്ളവർ, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സമൃദ്ധമായിട്ടുള്ള വൈജാത്യങ്ങളെയും വ്യത്യസ്തതകളെയും കുറിച്ച് ബോധ്യമുള്ളവരായവർ, ഫെഡറൽ സ്വഭാവത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായവർ, അങ്ങനെയൊക്കെയുള്ള സംസ്ഥാന നേതൃത്വങ്ങളെ ആകെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജോയിൻറ്റ് പ്ലാറ്റ്ഫോം ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ്റാണ് അതിന് ആദ്യം മുൻകൈ എടുത്തത്. കർണാടകത്തിലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ആദ്യം അത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത്. അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. തെലങ്കാന, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ് അവിടെ നിന്നൊക്കെ മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. തുടർന്ന് കേരളത്തിൽ വളരെ വിപുലമായൊരു കൺവെൻഷൻ തന്നെ ഈ വിഷയത്തെ ആധാരമാക്കി വിളിച്ചു ചേർത്തിരുന്നു, UGCയുടെ അമിതമായ കടന്നുകയറ്റത്തെ സംബന്ധിച്ച്. അതിനെ ചെറുക്കുക എന്നുള്ളത് അടിയന്തരമായിട്ടും നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളുടെ സ്വതന്ത്രമായ നിലനിൽപ്പും യൂണിവേഴ്സിറ്റികളുടെ ഓട്ടോണമിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇനി ഇപ്പോൾ കേരളത്തിലെ യോഗത്തിന് ശേഷം തെലങ്കാനയും സമാന സ്വഭാവത്തിലുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കുകയാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ പാർലമെൻറ്റ് സെഷൻ വരുമ്പോൾ അവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കണ്ട് നിവേദനം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഏതായാലും തീർച്ചയായും ഏതായാലും മന്ത്രി ആർ ബിന്ദുവാണ് നമുക്കൊപ്പം ചേർന്നത്. ഈ വനിതാ ദിനം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഇതിനുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയുന്നു. ഏതായാലും സമ്മേളനത്തിൻ്റെ തിരക്ക്, ആ സമ്മേളനത്തിൻ്റെ തിരക്ക് ഇവിടെ കൊല്ലം ജില്ലയിൽ തുടരുക തന്നെയാണ് മനു. ഏതായാലും ആ വിശേഷങ്ങളിലേക്ക് ആദ്യം പോകണമെന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് മന്ത്രി ആർ ബിന്ദുവിനെ കണ്ടത്.